എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം 12ഓളം ഡോക്ടേഴ്സിനെയാണ് അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത്. അത് മിക്കതും ഫരീദാബാദിലെ അൽഫല ക്യാമ്പസിൽ നിന്നായിരുന്നു. കൂടാതെ ഗുജറാത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇവരെ സഹായിച്ച ആൾക്കാരെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചാരണം നടത്തി. അതായത് ഇവരെ സഹായിച്ച ആൾക്കാരെ പിടിച്ച് ഡോക്ടേഴ്സിനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിച്ച് അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുന്നു, അവരെ പറഞ്ഞു വിടുന്നു. ഇവരായിട്ട് നേരിട്ട് ലിങ്ക് ഇല്ല, അതായത് ഇവരായിട്ടുള്ള കണക്ഷൻ മാത്രമേ ഉള്ളൂ, അതായത് അവർ ഫോൺ കോൾ ചെയ്ത ആൾക്കാരൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വിട്ട ആൾക്കാർ ഒരു ഡോക്ടർ പ്രിയങ്ക ശർമ്മ എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ, സുഡാപ്പി മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചാരണം നടത്തി. അതായത് അറസ്റ്റ് ചെയ്ത ഡോക്ടേഴ്സിൽ ഒരു പ്രിയങ്ക ശർമ്മ എന്ന ഒരു സംഖ്യ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രചാരണം കേരളത്തിലെ മാധ്യമങ്ങളെ ഇപ്പോൾ കൊഴുപ്പിച്ചു. ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഫോൺ കോൾ, പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിട്ട് വാട്സാപ്പ് മെസ്സേജ്, അപ്പോൾ ഇവർ കൂടെ പഠിച്ചവരൊക്കെയാണ് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്ന ആൾക്കാരാണ് വിളിച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്ത് പറഞ്ഞു വിട്ടിരുന്നു. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുള്ള, അതായത് വലിയ രീതിയിലുള്ള ഡിസ്ട്രക്ഷൻ ഇന്ത്യക്കകത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2800 കിലോഗ്രാമൊക്കെ RDX ഒക്കെ ഈ അൽഫല ക്യാമ്പസിൻ്റെ അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ ലബോറട്ടറിയിൽ നിർമ്മിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നേരിട്ട് പങ്കെടുത്ത ആൾക്കാരാണ് ഡോക്ടർ ആദിൽ മുഹമ്മദ്, പിന്നെ ഡോക്ടർ മുഹമ്മദ് മുസ്മിൽ, പിന്നെ ഡോക്ടർ അഹമ്മദ് സെയ്ദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അയാളെ ഗുജറാത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത്, ഹൈദരാബാദുകാരനാണ്. ഗുജറാത്തിൽ വെച്ചിട്ട് ഗുജറാത്ത് ATSഉം UP പോലീസും എന്നെയും കൂടെ അറസ്റ്റ് ചെയ്യണം. അത് റിസിൻ എന്ന് പറയുന്ന ഒരു വിഷം ഉൽപ്പാദിപ്പിച്ച് എടുക്കുന്നതിനിടയിലാണ് ഈ ജിഹാദി ഡോക്ടർ പിടിയിലായത്. പിന്നെ കൂടാതെ ഇവർ കൂടിയില്ല, ആദിൽ മുഹമ്മദ് മുസ്ലിം, പിന്നെ ഒരു ലേഡിയുണ്ട്, ഷഹീൻ ഷാഖി എന്ന് പറഞ്ഞ ലേഡിയുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് ഡൽഹിയിലെ തിഹാർ ജയിലിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരെ NIA കോർട്ടിൽ ഹാജരാക്കിയിരുന്നു. അതിന് ഒരു കോർട്ട് പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് അവർ കോടതിയിൽ ഇതാക്കിയിരുന്നു. അപ്പോൾ ഈ പ്രതിഭാഗം ഇതിൻ്റെ ഇത് കേൾക്കാൻ അവർക്ക് ഒരു അവസരമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും ഉടൻ തന്നെ ഉത്തർപ്രദേശിലെ ലക്നൗ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചിലപ്പം അവരുടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജയിൽ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം ഈ പ്രതികൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അവർ അവിടെ കിടന്ന് നിലവിളിച്ചിരിക്കുകയാണ്. അതായത് ഒരു കാരണവശാലും തിഹാർ ജയിലിൽ നിന്ന് ഈ ലക്നൗ ജയിലിലേക്ക് ഒരിക്കലും കൊണ്ടുപോകരുത്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഉത്തർപ്രദേശിലാണ്, അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ കൊല്ലപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് കോടതി ഇടപെട്ടിട്ട് നമ്മൾ തിഹാർ ജയിലിൽ തന്നെ പാർപ്പിക്കണം, ഞങ്ങളുടെ സുരക്ഷ മാനിച്ചിട്ട് തിഹാർ ജയിലിൽ തന്നെ പാർപ്പിക്കണമെന്ന് കരഞ്ഞ് നിലവിളിച്ചിരിക്കുകയാണ്. ആരാണ് ഈ കരഞ്ഞ് നിലവിളിച്ചെന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യക്കകത്ത് ആയിരക്കണക്കിന് ആളുകൾ, 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിട്ട ആൾക്കാരാണ് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകളായ ഈ ജിഹാദി ഡോക്ടർമാർ. ഒന്ന് ആലോചിച്ച് ഇവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് സ്വന്തം ജീവൻ പോകുമ്പോൾ ഭയങ്കരമായ പ്രശ്നം ഉള്ള ആൾക്കാരാണ് ഇത്രയും ആൾക്കാരെ കൊല്ലാൻ നടക്കുന്നത്. അതായത് ഈ ചാവേറുകളായിട്ട് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ച ഉമർ നബി എന്ന് പറഞ്ഞ ഡോക്ടർ ചാവേറുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് മൈൻഡ് സെറ്റ്, ഇവർക്ക് ഇത്രയുള്ളൂ, പേടിച്ച്, അതായത് ഒന്ന് പേടിപ്പിച്ചാൽ പോലും നിക്കറിൽ മുള്ളുന്ന ആൾക്കാരാണ്. നമ്മുടെ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ കാര്യം തന്നെ അല്ലേ. ഇവിടെ വലിയ രീതിയിൽ ഇത് നടത്തില്ലേ, ചന്ദ്രവാസം മുഴക്കില്ലേ, RSS ആരെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി അറിയാം, ആ ഭാര്യ എവിടെയാണ് ജോലി ചെയ്യുന്നത് അറിയാം, മക്കളെ എവിടെയാണ് പഠിക്കുന്നവരൊക്കെ വലിയ ഭീഷണി മുഴക്കിയില്ലേ. പക്ഷേ തൂക്കിയെടുത്ത് കൊണ്ടുപോയപ്പോൾ 2 പെടപെടക്കുമ്പോൾ പിൻകോഡ് സഹിതം അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും A to Z അണുവിട മാറാതെ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞില്ലേ. എത്ര ആൾക്കാർ പൊട്ടിക്കരഞ്ഞിട്ട് വീട്ടിൽ പോകണം, വീട്ടുകാരെ കാണണമെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അതേമാതിരി തന്നെ ഈ ജിഹാദികൾക്കൊക്കെ അത്തരത്തിലുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഒരു പെടപെടച്ചാൽ തീരുന്ന ഇത് മാത്രമേ ഉള്ളൂ അവന്മാർക്കുള്ളൂ. പക്ഷെ എന്ത് തന്നെയായാലും ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം, അതായത് ഒരു കാരണവശാലും ഇവരെ ജയിലിൽ നിന്ന് മാറ്റരുത് എന്ന് അവർ കോടതിയിൽ പറഞ്ഞു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇവർ, അതായത് തിഹാർ ജയിലിൽ നിന്ന് ലക്നൗ ജയിലിലേക്ക് പോകാൻ ഭയപ്പെടുന്നത്? അതായത് അത് യോഗി ഭരിക്കുന്ന നാടാണ്. യോഗി ഭരിക്കുന്ന നാട്ടിലെന്ന് വെച്ചാൽ യോഗിക്ക് ഇത്രയും പോപ്പുലാരിറ്റിയും ഇതും ഇന്ത്യയിൽ, അതായത് ഒരുപക്ഷെ നരേന്ദ്രമോദിക്കടുത്ത് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് മുകളിൽ ഒരു പോപ്പുലാരിറ്റിയിലെ ഒരു പൊളിറ്റീഷ്യനാണ് അറ്റ് പ്രസൻറ്റ് ഇന്ന് ഇന്ത്യയിൽ യോഗി ആദിത്യനാഥ്. എന്തുകൊണ്ടാണ്? അതായത് 2017 യോഗി ആദിത്യനാഥ് അവിടെ ഭരണം ഏറ്റെടുക്കുന്നത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശ് ബീഹാറിനെ അതിനപ്പുറമായിരുന്നു. അതായത് വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് വിളയാട്ടമായിരുന്നു. അതായത് ഈ ഗുണ്ടകളൊക്കെ, ഒരുപാട് ഡോൺസുകളുണ്ട് അവിടെ. ഈ ഗുണ്ടകളൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ, കാറിലൊക്കെ സഞ്ചരിക്കുമ്പോൾ, ഏതെങ്കിലും നല്ല വീടും പറമ്പും ഇതൊക്കെ കാണുകയാണെങ്കിൽ നേരെ വണ്ടി ചവിട്ടുന്നു, അവരെ മുദ്രപത്രം എടുത്ത് അവരെ വീട്ടിലോട്ട് പോകുന്നു, അവരോട് പറയുന്നത് ഞങ്ങൾക്ക് എഴുതി തരുന്നതുകൊണ്ട് കുറച്ച് അവരുടെ കയ്യിലുള്ള കുറച്ച് കാശ് എടുത്ത് കൊടുക്കും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല സ്ത്രീകളും കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക, ഇതൊക്കെയായിരുന്നു അവിടെ. ജംഗിൾ രാജ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം ജംഗിൾ രാജായിരുന്നു അവിടെ. അങ്ങനെ പൊടുന്നതിന് 2017 യോഗി ആദിത്യനാഥ് എല്ലാവരും അമ്പരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാകുന്നു. പിന്നീട് എന്താ നടന്നത്? മുഖ്യമന്ത്രി ആയ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞെന്നാണെന്ന് വെച്ചാൽ ഗുണ്ടകൾക്ക് വലിയ ഇത് കൊടുത്തു, ഒരു മെസ്സേജ് കൊടുത്തു, നിങ്ങൾ ഉടൻ തന്നെ കീഴടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ വെടിവെച്ച് കൊല്ലുന്നില്ല. ഏകദേശം 90 ദിവസമാണ് കൊടുത്തത്. 90 ദിവസത്തിനുള്ളിൽ കീഴടങ്ങാത്ത ഗുണ്ടകളൊക്കെ എൻകൗണ്ടറിൽ ഏകദേശം 2017 തൊട്ടിട്ട് ഈ 2025 വരെ ഏകദേശം 245 ഗുണ്ടകളാണ് എൻകൗണ്ടറിൽ തീർത്തത് യോഗി ആദിത്യനാഥ്. അത് കീഴടങ്ങാൻ തയ്യാറാവാത്ത ഗുണ്ടകൾ, അത് യോഗിയെ
വെല്ലുവിളിച്ച ഗുണ്ടകൾ. അതിൽ കുപ്രസിദ്ധ ഗുണ്ട ആത്തിഖ് അഹമ്മദും സഹോദരൻ അഷ്റഫ് അഹമ്മദും ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിക്കുക, ഏകദേശം 5 തവണ MP ആയ ഒരാളാണ് ഈ ആത്തിഖ് അഹമ്മദ് എന്ന് പറയുന്നത്. എല്ലാ പാർട്ടിയിലും മാറിയിട്ട് സ്വന്തം സ്വാധീനം ഉപയോഗിച്ചിട്ട്, അതായത് മുസ്ലിം ബെൽറ്റിലേക്ക് മത്സരിച്ച് അവിടെ ജയിക്കുന്ന ഒരാളായിരുന്നു ആത്തിഖ് അഹമ്മദ്. ഈ ആത്തിഖ് അഹമ്മദിനും അഷ്റഫ് അഹമ്മദിനും ഈ സബർമതി ജയിലായിരുന്നു മുമ്പ്. അപ്പോൾ ഗുജറാത്തിലെ സബർമതി ജയിലിൽ നിന്ന് ലക്നൌവിലോട്ട് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ മീഡിയക്കാരുടെ മുമ്പിൽ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് ചെക്കപ്പിന് വരുന്ന സമയത്ത് ഈ മീഡിയക്കാരുടെ ഇതിട്ട് ID കാർഡ് ഇട്ട് വന്ന 2-3 ചെറുപ്പക്കാർ പോയിന്റ് ബ്ലാങ്കിൽ തീർക്കുമായിരുന്നു. അതൊക്കെ പിന്നീട് നടന്ന കാര്യമാണ്. അപ്പോൾ എന്ത് തന്നെയായാലും യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ പോകുന്നത് ഗുണ്ടകൾക്ക് ഒട്ടും സേഫ് അല്ല. അതായത് ഒരു കാലത്ത് ഗുണ്ടകൾ വിളയാടിയിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്നില്ല, അതായത് ലോക്കൽ ഗുണ്ടകൾ തന്നെ യോഗി ആദിത്യനാഥ് വലിയ രീതിയിൽ ട്രീറ്റ് ചെയ്യും. അതായത് എൻകൗണ്ടറിൽ തീർക്കും പല സ്ഥലത്തും. അതായത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ജിഹാദികളെ ഡൽഹി ബ്ലാസ്റ്റിൽ ഏകദേശം കുറേ വലിയ രീതിയിലുള്ള ഡാമേജ്, അതായത് അതൊരു പ്ലാൻ B ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് മുന്നേ ഈ December 6 ആ സമയത്തൊക്കെ വലിയ രീതിയിൽ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതി ഇട്ടിരുന്ന ഈ ജിഹാദി വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ ഈ യോഗിയുടെ കയ്യിൽ കിട്ടിയ എന്തായിരിക്കും അവസ്ഥ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലോക്കൽ ഗുണ്ടകളെ യോഗി ഒരു ഗുണ്ടക്ക് ഒരു ഉണ്ടാകുന്ന രീതിയിൽ പ്രോഗ്രാം അവിടെ ഓൾറെഡി ഉണ്ട്, നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ലോക്കൽ ഗുണ്ടകൾക്ക് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന യോഗി ഇവിടെ ഇത്തരം, അതായത് രാജ്യദ്രോഹികളായി അവരെ യോഗിയുടെ കയ്യിൽ കിട്ടിയ എന്തായിരിക്കും അവസ്ഥ? ഒന്നും പറയാനില്ല, തട്ടിക്കളയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് അത് തന്നെയാണ് വേണ്ടത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ ടാക്സ് ഉപയോഗിച്ചിട്ട് ഇവന്മാരെ തീറ്റിപ്പോട്ടേണ്ട ഒരാവശ്യമില്ല. അതിന് യോഗിയുടെ പോളിസി തന്നെ. യോഗിക്ക് ഇത്രയും അവിടെ സപ്പോർട്ട് കിട്ടാൻ എന്താ കാരണം? സ്ത്രീകളടക്കം വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കാരണം. ഗുണ്ടകൾ അമർച്ച ചെയ്യുക, ക്രമസമാധാനം പാലിക്കുക, അതായത് വലിയ രീതിയിലുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം. സ്ത്രീകൾക്കെതിരെ ആര് കൈവച്ച് കഴിഞ്ഞാലും പൊക്കിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, അതായത് ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ 2 പേര് ബൈക്കിൽ വന്നിട്ട്, 2 ജിഹാദികൾ ബൈക്കിൽ വന്നിട്ട് അവരുടെ കഴുത്തിലെ മാല പൊട്ടിച്ചിട്ട് ഓടി. അപ്പോൾ ഇത് CC ഫുട്ടേജ് കിട്ടുകയും ആ ലേഡി പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യും. വെരി നെക്സ്റ്റ് തന്നെ ഇവന്മാരെ കൈയും കാലം തല്ലി ഒടിച്ചിട്ട് ആ ലേഡി എടുത്ത് ആ മാല കൊണ്ടുകൊടുത്ത് മാപ്പ് പറയുന്ന ഒരു വീഡിയോ UP പോലീസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് അത്ര സ്പോട്ടിലാണ് നീതി നടപ്പിലാക്കുന്നത്. അതായത് കോടതിയിൽ പോയിട്ട് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. അത് തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും വേണ്ടത്. അതായത് ഇന്ത്യ പോലുള്ള ഒരു ഇത്രയും ബഹുസ്വരതയുള്ള രാജ്യത്ത്, ഇത്രയും പോപ്പുലേഷനുള്ള രാജ്യത്ത്, അതായത് ഒരുത്തനെ പിടിച്ച് അവനെ ജയിലിലിട്ട് കോടതി കയറി കുറേ സർക്കാരിൻ്റെ കാശും കളഞ്ഞ് ജനങ്ങളുടെ കാശും കൊള്ളടിച്ച് എന്തിനാണ് ഇവനക്ക് തീറ്റിപ്പോട്ടാണ്? ഇവനൊന്നും ഒരു ഉപകാരമില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക. അപ്പോൾ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഈ ഡോക്ടേഴ്സിനെ പേടിപ്പെടാൻ കാരണം തന്നെയാണ് യോഗിയുടെ അന്ധഭയമിറക്കണം. അതായത് പിടിച്ച് കിട്ടാനുള്ളതൊക്കെ പൊക്കിയിട്ട്, അതായത് ഇവൻ്റെ പക്കൽ നിന്ന് ഊറ്റിയെടുക്കാനുള്ള എല്ലാ രേഖകളും എടുത്ത് ഇൻഫോർമേഷൻ എടുത്ത് ഇവനിനി ചണ്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, വേസ്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യോഗി ചെയ്യുന്ന കാര്യം ചെയ്യുക. ചിലപ്പം ഒരു പക്ഷേ, അതായത് ഇതിൻ്റെ ഉദ്ദേശം തന്നെ തിഹാർ ജയിലിൽ നിന്ന് ലക്നൗ ജയിലിലേക്ക് മാറ്റുന്ന ഉദ്ദേശം തന്നെ ചിലപ്പോൾ ഇതായിരിക്കും. അതായത് എന്തിനാണ് വെച്ച് ഉറപ്പിക്കുന്നത്? ഫിനിഷ് ദം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ പക്കൽ നിന്ന് ഒരു കാര്യം ചെയ്യേണ്ടത്, ഇവരുടെ പക്കൽ നിന്ന് കിട്ടാവുന്ന ഇൻഫോർമേഷൻസൊക്കെ മാക്സിമം കളക്ട് ചെയ്യുക. അപ്പോൾ എന്ത് തന്നെയാലും ഇവർ ഭയപ്പെട്ട മാതിരി, അതായത് യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ക്രിമിനലുകൾക്കും ഈ രാജ്യദ്രോഹികൾക്കും അവിടെ എന്ന് വെച്ചാൽ ഒരു ഗുണ്ടക്ക് ഒരു ഉണ്ട എന്ന പ്രോഗ്രാം അവിടെ യോഗി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ജയിൽ മാറ്റിക്കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് ഏത് നിമിഷം ഞങ്ങളെ കൊലപ്പെടുത്തും. അവിടുത്തെ പോലീസും അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണെന്ന രീതിയിലാണ് കാര്യങ്ങൾ കോടതിയിൽ ജിഹാദികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇവരൊക്കെയാണ് എത്രയോ ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ. അപ്പോൾ ഇവരുടെ ആ മനസ്സിൻ്റെ ശക്തി ഇത് മാത്രമേ ഉള്ളൂ. ഒരു പോലീസിൻ്റെ അടികൊള്ളാൻ പോലും ഇവർക്ക് കൽപ്പില്ല. അതായത് ഒരു കരണക്കുറ്റി നോക്കിയിട്ടൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തത്ത പറയുന്ന മാതിരി പിൻകോഡ് സഹിതം ഇവന്മാർ പറഞ്ഞു കൊടുക്കും. മിക്ക ജിഹാദികളൊക്കെ പോലീസ് അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുമ്പോൾ എല്ലാം അണുവിട മാറാതെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡൽഹി ഗുജറാത്തിൽ അറസ്റ്റ് ചെയ്തില്ല ഒരു ഹൈദരാബാദി സുഡാപ്പി ഡോക്ടറെ. അപ്പോൾ അയാൾക്ക് പിടിച്ച ഉടനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, ഒരു അണുവിട തെറ്റാതെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷമാണ് ഈ ഡൽഹി ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട ഇവന്മാരൊക്കെ ഇവരെ അൽഫല ക്യാമ്പസിൽ നടക്കുന്ന ആക്ടിവിറ്റി, ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി അതൊക്കെ പുറത്തു കൊണ്ടുവന്നത് ഇയാളെല്ലാം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്ത് തന്നെയാലും ഇവന്മാരെ തിഹാർ ജയിലിൽ നിന്ന് UP ജയിലിലേക്ക് മാറ്റട്ടെ.